നിങ്ങളുടെ ബോഗൻവില്ല ചെടികൾ ഇതുപോലെ പൂവിടാൻ റെഡിയായി നിൽക്കുകയാണോ? ആ ചെടികൾക്ക് കുറഞ്ഞത് 1 വർഷമെങ്കിലും പ്രായമായിട്ടുണ്ടോ? എങ്കിൽ ഞാൻ ഈ പറയുന്ന 3 ടിപ്സും ഈ ചെടികൾ പരീക്ഷിച്ചോളൂ. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ചെടിയിൽ ഇലകൾ പോലും കാണാനാവാത്ത വിധം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും. അതിനുള്ള വിദ്യകൾ നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം. അതിനു മുമ്പ് ഒരു കാര്യം, ഈ ബോഗൻവില്ല ചെടികൾക്ക് ദിവസവും 6 മണിക്കൂറെങ്കിലും നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടാനുള്ള സൗകര്യമുണ്ടായിരിക്കണം. ഇതിനായി ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് സോഫ്റ്റ് പ്രൂണിംഗ് ആണ്. ഇവിടെ സോഫ്റ്റ് പ്രൂണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ് പിഞ്ചിങ് ആണ്. കമ്പുകളുടെ അഗ്രഭാഗം കൈകൊണ്ട് നുള്ളിക്കളയണം. ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് മൂലം പൂവിടാൻ സാധ്യതയുള്ള പുതിയ ശാഖകൾ ചെടിയിൽ ഉണ്ടായിക്കൊള്ളും. രണ്ടാമതായി വാട്ടർ സ്ട്രെസ് ആണ്. സോഫ്റ്റ് പ്രൂണിങ്ങിനൊപ്പം തന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് വാട്ടർ സ്ട്രെസ്. ചെടിക്ക് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നന്നായി കുറയ്ക്കുക. ചെടിച്ചട്ടിയിലെ മണ്ണ് വരണ്ട് ഇലകൾ വാടി തുടങ്ങിയാൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഏതാണ്ട് 20 ദിവസത്തോളം ഇതേ രീതി തന്നെ തുടരാം. ഈ വാട്ടർ സ്ട്രെസ് മൂലം പുതിയ ഇലകൾ ഉണ്ടാകുന്നതിന് പകരം ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാക്കാനായി ചെടി ഒരുങ്ങുന്നു. മൂന്നാമതായി ധാരാളം പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള വളപ്രയോഗമാണ് ചെയ്യേണ്ടത്. സോഫ്റ്റ് പ്രൂണിങ്ങും വാട്ടർ സ്ട്രെസ്സും പോലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണിത്. ചെടിയിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകണമെങ്കിൽ വളം തിരഞ്ഞെടുക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ വേണം. നൈട്രജൻ കുറവുള്ളതും ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടുതലുള്ളതുമായ NPK വളങ്ങളാണ് ഇതിനായി വേണ്ടത്. ഇത് കടകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് NPK 15-30-15 ആണ്. ഇതിൻ്റെ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചാണ് ഇലകളിൽ സ്പ്രേ ചെയ്യേണ്ടത്. ഇത് രാവിലെ 9 മണിക്ക് മുമ്പോ വൈകുന്നേരം 4 മണിക്ക് ശേഷമോ മാത്രമേ ചെയ്യാവുള്ളൂ. ഈ ഫെർട്ടിലൈസർ 10 ദിവസത്തിന് ശേഷം വീണ്ടും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഇതുപോലെ ബോഗൻവില്ല ചെടികൾ പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സും നിറയുമെന്നുള്ളത് ഒരു സത്യമല്ലേ? നിങ്ങൾക്ക് വർണ്ണശബളമായ ഒരു ബോഗൻവില്ല പൂക്കാലം ആശംസിക്കുന്നു.